ബേക്കൽ കോട്ട കേരളത്തിൻ്റെ കടൽ കാവൽ. അറബിക്കടലിൻ്റെ നീല കണ്ണാടിക്കരയിൽ കാലത്തിൻ്റെ കാറ്റിനെയും കടലിൻ്റെ കോപത്തെയും നെഞ്ചിലേറ്റി നിൽക്കുന്ന ഒരു മഹാകായൻ കാസർഗോഡ് ജില്ലയിലെ ബേക്കൽ. ഇത് വെറും ഒരു കോട്ടയല്ല, കേരളത്തിൻ്റെ വടക്കൻ തീരം കാവലായിരുന്ന ഒരു ശിലായുഗ സൈനികൻ തന്നെയാണ് ബേക്കൽ കോട്ട. ഇന്നത്തെ കഥ കല്ലും കടലും രാജാക്കന്മാരും യുദ്ധങ്ങളും വിശ്വാസവും വഞ്ചനയും ഒരുമിച്ച് ഒഴുകിയ ബേക്കൽ കോട്ടയുടെ ആയിരക്കണക്കിന് വർഷങ്ങളോളം നീണ്ട ചരിത്ര യാത്രയാണ്. ഭൂമിയും ഭൂപ്രകൃതിയും. ബേക്കൽ എവിടെയാണ്? ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്നത് കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള കാസർഗോഡ് ജില്ലയിൽ അറബിക്കടലിനോട് ചേർന്ന ഒരു പാറക്കൂറ്റൻ തലക്കെട്ടിലാണ്. കടലിലേക്ക് നീണ്ടു നിൽക്കുന്ന ഈ പാറഭൂമി സൈനിക കാഴ്ചപ്പാടിൽ അത്യന്തം പ്രധാനപ്പെട്ടതാണ്. കടലിൽ നിന്ന് വരുന്ന ശത്രുക്കളെയും കരയിൽ നിന്ന് ആക്രമണങ്ങളെയും ഒരുമിച്ച് നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു സ്വാഭാവിക പ്രതിരോധ കേന്ദ്രമാണ്. ഇതുകൊണ്ട് തന്നെ ബേക്കൽ ഒരു തുറമുഖ കോട്ടയായിരുന്നില്ല, പകരം ഒരു കടൽക്കാവൽ കോട്ടയായിരുന്നു. ബേക്കലിൻ്റെ ആദ്യ നിഴലുകൾ. ആരാണ് കോട്ട പണിതത്? ബേക്കൽ കോട്ട പണിതത് ആരാണ്? ഒരു ചോദ്യം തന്നെയാണ്. ചില രേഖകൾ പറയുന്നത് കൊളത്തിരി രാജവംശം, മറ്റു ചിലർ പറയുന്നു ഇക്കേരി നായകൻ. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, ഇത് ഒരൊറ്റ രാജാവിൻ്റെ സ്വപ്നമല്ല. നൂറ്റാണ്ടുകളോളം നീണ്ട നിർമ്മാണവും വിപുലീകരണവും ഈ കോട്ട കണ്ടിട്ടുണ്ട്. 16-ാം നൂറ്റാണ്ടിന് മുൻപ് തന്നെ ബേക്കൽ ഒരു സൈനിക കേന്ദ്രമായി ഉപയോഗത്തിലുണ്ടായിരുന്നു. കൊളത്തിരി രാജാക്കന്മാരുടെ കാലം. വടക്കൻ കേരളം കൊളത്തിരി രാജവംശത്തിൻ്റെ കീഴിലായിരുന്ന കാലം. അവർക്ക് വേണ്ടി ബേക്കൽ കോട്ട തീര സംരക്ഷണത്തിൻ്റെ അത്യന്തം പ്രധാനപ്പെട്ട ഒരു കവാടമായിരുന്നു. അറബിക്കടൽ വഴി വരുന്ന വാണിജ്യ കപ്പലുകൾ, കച്ചവടക്കാർ, വിദേശ ശക്തികൾ, ഇവരെല്ലാവരുടെയും കണ്ണ് ഈ തീരത്തായിരുന്നു. കൊളത്തിരികൾ കടൽ വഴി വരുന്ന ആക്രമണങ്ങളെ തടയാൻ ബേക്കലിനെ ഒരു കാവൽ മാടമാക്കി. ഇക്കേരി നായകർ, കോട്ടയുടെ ശക്തമായ രൂപം. 16-ാം നൂറ്റാണ്ട് ദക്ഷിണ കർണാടകയിൽ ഇക്കേരി നായകർ ശക്തിയാർജിക്കുന്നു. ശിവപ്പ നായകൻ ബേക്കൽ കോട്ടയെ തൻ്റെ സൈനിക ശൃംഖലയിലെ ഒരു പ്രധാന കണ്ണിയാക്കുന്നു. ഇവരാണ് ബേക്കലിന് ഇന്നത്തെ മഹത്തായ രൂപം നൽകിയത്. കട്ടിയുള്ള ലിട്രൈറ്റ് കല്ലുകൾ, വലിയ മതിലുകൾ, വെടിക്കോപ്പുകൾ, സ്ഥാപിക്കാനുള്ള വൃത്താകൃതിയിലുള്ള ഗോപുരങ്ങൾ. ബേക്കൽ ഒരു പീരങ്കി കോട്ടയായി മാറുന്നു. കോട്ടയുടെ ആന്തരിക രഹസ്യങ്ങൾ. ബേക്കൽ കോട്ട അകത്തേക്ക് കടന്നാൽ നമുക്ക് കാണാം രഹസ്യ തുരങ്കങ്ങൾ, മഴവെള്ളം ശേഖരിക്കുന്ന കുളങ്ങൾ, ആയുധശാലകൾ, നിരീക്ഷണ ഗോപുരങ്ങൾ. ഏറ്റവും അത്ഭുതകരമായത് കോട്ടയ്ക്കുള്ളിൽ ഒരു കൊട്ടാരമില്ല. കാരണം ഇത് താമസത്തിനല്ല, യുദ്ധത്തിനാണ്. ബേക്കൽ ഒരു ശുദ്ധ സൈനിക കോട്ടയാണ്. ടിപ്പു സുൽത്താൻ്റെ നിഴൽ. 18-ാം നൂറ്റാണ്ട് മൈസൂരിൻ്റെ കടുവ ടിപ്പു സുൽത്താൻ വടക്കൻ കേരളത്തിലേക്ക് എത്തുന്നു. ബേക്കൽ കോട്ട മൈസൂർ സാമ്രാജ്യത്തിൻ്റെ ഒരു ശക്തമായ സൈനിക താവളമായി മാറുന്നു. ടിപ്പുവിൻ്റെ സൈന്യം ഇവിടെ നിന്ന് ബ്രിട്ടീഷുകാരെ നേരിടാൻ തയ്യാറാക്കുന്നു. കോട്ടയുടെ മതിലുകളിൽ നിന്ന് കടലിലേക്ക് നോക്കി നിൽക്കുന്ന പീരങ്കികൾ ഇന്നും ആ യുദ്ധത്തിൻ്റെ ഓർമ്മകളാണ്. ബ്രിട്ടീഷ് കാലം. നിശബ്ദതയുടെ തുടക്കം. ടിപ്പുവിൻ്റെ വീഴ്ചയ്ക്ക് ശേഷം ബേക്കൽ ബ്രിട്ടീഷുകാരുടെ കൈകളിലേക്ക് വന്നു. പക്ഷേ പുതിയ യുദ്ധതീരങ്ങളിൽ ഈ കോട്ടയ്ക്ക് വലിയ പ്രാധാന്യമില്ലാതാകുന്നു. ബേക്കൽ ഒരു നിശബ്ദ സാക്ഷിയായി മാറുന്നു. കല്ലുകൾ മാത്രം സംസാരിക്കുന്ന ഒരു ചരിത്ര പുസ്തകം പോലെ. ജനകഥകളും വിശ്വാസങ്ങളും. ബേക്കലിനെ ചുറ്റിപ്പറ്റി പല നാട്ടുകഥകളുണ്ട്. രഹസ്യനിധികൾ, ഭൂതാത്മാക്കൾ, കടലിലേക്ക് പോകുന്ന അദൃശ്യ തുരങ്കങ്ങൾ. ചരിത്രവും കൽപ്പനയും ഇവിടെ കൈകോർക്കുന്നു. ബേക്കൽ ഇന്ന് ടൂറിസവും സംരക്ഷണവും. ഇന്ന് ബേക്കൽ കേരള ടൂറിസത്തിൻ്റെ ഒരു പ്രധാന അഭിമാന ചിഹ്നമാണ്. സൂര്യാസ്തമയം ഈ കോട്ടയുടെ മതിലുകളിൽ തട്ടുമ്പോൾ ചരിത്രം വീണ്ടും ജീവിക്കുന്നു. സംരക്ഷണം നമ്മുടെ ഉത്തരവാദിത്തമാണ്. കാലത്തെ നോക്കി നിൽക്കുന്ന കാവൽക്കാരൻ. ബേക്കൽ കോട്ട ഇന്നും കടലിനെ നോക്കി നിൽക്കുന്നു. രാജാക്കന്മാർ പോയി, സൈന്യങ്ങൾ മാറി, പക്ഷേ ചരിത്രം ഇപ്പോഴും ഈ കല്ലുകളിൽ വിശ്വസിക്കുന്നു. ഇത് ബേക്കൽ കോട്ടയുടെ കഥയാണ്. കാലത്തെ കാവലിരുന്ന ഈ നിശബ്ദ യോദ്ധാവിൻ്റെ കഥ.